ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. റിലയൻസ് സേവ് മെഷീനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ജാക്ക് F5-ൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് ബോഡി ആയിട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പം നമ്മളത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരികയാണ്. ആദ്യമായിട്ട് നമ്മൾ ജസ്റ്റ് പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്തതിന് ശേഷം നമ്മളത് മെഷീനിലേക്ക് വരിക. മെഷീനിലേക്ക് വന്നിട്ട് മെഷീൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ ഓൺ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ LED ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് അതിൻ്റെ മെഷീനിൽ നമുക്ക് നൂലിടാം. ജസ്റ്റ് നൂലിടാൻ വേണ്ടിയിട്ട് നൂല് ഇതിൽ ഈ ഹോൾഡറിലിട്ടു. അതിനുശേഷം നമ്മൾ ഇതിനകത്തൂടെ നമ്മൾ പുറത്തേക്ക് വലിച്ചു. അതിനുശേഷം ഇതിലേക്ക് ഇട്ടു. അവിടുന്ന് മേളിലേക്ക് ജസ്റ്റ് റോള് ചെയ്ത് ഇതിലിട്ടിട്ട് ജസ്റ്റ് അത് പുറത്തേക്ക് വലിച്ചു. അതിനുശേഷം ഇതിലെ റോള് ചെയ്ത് ഈ ടേക്ക് ലിവറിനകത്തൂടെ നൂലിട്ട് ഇതിൽ താഴേക്ക് നമ്മൾ നൂല് കോർക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നൂല് കോർത്ത് കഴിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് വരുന്നത്. ജസ്റ്റ് ഇതിലേ വന്ന് ഇവിടെ ഇതിൽ റോൾ ചെയ്ത് ഇതിനകത്തൂടെ വന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് അവിടെ നേരെ ടെൻഷനിലേക്ക് വന്ന് ടെൻഷനിൽ റോൾ ചെയ്ത് ടെൻഷൻ സ്പ്രിങ്ങിനകത്തൂടെ നേരെ ഇതിൽ താഴേക്ക് വന്ന് ഈ ഒരു ഹോൾഡറിനകത്തൂടെ കയറി അവിടെ നേരെ ടേക്കപ്പ് ലിവറിലേക്ക് കയറി അവിടുന്ന് നേരെ ടേക്കപ്പ് ലിവറിൽ നേരെ താഴേക്ക് വന്നിട്ട് ഇത് ഇവിടെ നീഡിലിൻ്റെ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഹോൾഡുണ്ട്. ജസ്റ്റ് അതിനകത്തൂടെ കൂടി നമ്മൾ ജസ്റ്റ് വലിച്ചിടുക. എന്നിട്ട് നേരെ നമ്മളിവിടെ സൂചിയിലേക്ക് നമ്മൾ നൂല് കോർത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു തുണി എടുത്ത് ഒരു തുണി വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് തുണി വെച്ചതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ പ്രഷർ ബാർ ജസ്റ്റ് ഒന്ന് താത്തി ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ തയ്ക്കാൻ പോവുകയാണ്. ഇത് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ നമുക്ക് ഏതാ സ്പീഡ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബിൽ നമുക്ക് ഇതിൽ ലെങ്ത് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് സ്പീഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത് ബേസിക് സ്പീഡായ 5 ആണ്. സ്റ്റാർട്ടിങ് സ്പീഡ് വരുന്നത് 5 ആണ്. ജസ്റ്റ് 5 നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. 5 സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ആക്സിലറേഷൻ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നമ്മൾ ആക്സിലേറ്റ് ചെയ്യണം. നമ്മൾ 5 സ്പീഡിൽ ഈ ഒരു സ്പീഡിൽ മാത്രമേ ഇത് നീങ്ങുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മാക്സിമം സ്പീഡിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 40 ആണ്. ജസ്റ്റ് നമ്മൾ 40ലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അതിൻ്റെ റിവേഴ്സ് ഫങ്ഷൻ നോക്കുകയാണ്. അടുത്തത് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കൂട്ടാനുള്ള നോബാണിത്. ഇതിപ്പം ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇത് കറങ്ങില്ല. ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് ബാർ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഇത് നമുക്ക് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ അതിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളത് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗിക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം നല്ല സ്റ്റിച്ചാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ ഇതിന് ഇപ്പം നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ചിന് എന്തെങ്കിലും ടൈറ്റ്
കുറവോ വല്ലതും ഉണ്ടെങ്കിൽ അടിയിൽ കെട്ട് വീഴുകയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ടെൻഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ മെഷീൻ മറ്റ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരേണ്ടതായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഓയിലൊക്കെ കറക്റ്റ് നമ്മൾ മെഷീൻ എപ്പോൾ പർച്ചേസ് ചെയ്യുന്നോ എപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നോ അന്ന് തൊട്ട് തന്നെ അത് ഫുള്ളായിട്ട് തന്നെ ഓയിൽ ഒഴിച്ചത് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇതിനകത്തൊരു 1 ടച്ച് സ്വിച്ച് വരുന്നുണ്ട്. ജസ്റ്റ് നമ്മളിത് 1 ടച്ച് സ്വിച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് നീഡിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ഒരു 3-4 സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്കത് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ മെഷീൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ കുറേ എറർ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. താങ്ക് യു.